ഒരു ദീനം ബാണന്റെ മകളായ ഏണാങ്കമുഖിയവൾ ശിവനെ വന്ദിപ്പാനായി ചെന്നു വന്ദിച്ചീതപ്പോൾ ശങ്കരനനുജ്ഞയും നന്നായി വരികെന്നു നൽകിയ നേരമവൾ ശങ്കരൻ തന്നങ്കത്തിലിരിക്കും ഗൗരി തന്നെ പങ്കജമുഖി ഉഷ കണ്ടു ചിന്തിച്ചു ചിത്തേ. എനിക്കുമിതുപോലെ നല്ല കാന്തനുമായി രമിച്ചു വസിപ്പതീനെന്നു കൈവരുമെന്നു നിനച്ചു കന്യകതൻ ചിത്തത്തെ കണ്ടു ദേവി മന്ദഹാസവും പൂണ്ടങ്ങുഷയോടരുൾ ചെയ്തു. സുന്ദരി തവ ചിത്തം ഞാനറിഞ്ഞിതുമേടോ, ഇന്നേക്കു മുതൽ 3 ദിനത്തിലകം സ്വപ്നെ നിന്നെയും രമിപ്പിച്ചു പോയിടുമൊരു പൂമാൻ നിന്നുടെ കാന്തനവൻ താനായി വരും. അതിനൊന്നുമേ സന്ദേഹമില്ലെന്നതു കേട്ട നേരം വന്ദിച്ചു ലജ്ജയോടും ചെന്നുഷഗ്രഹം പുക്കാൾ. ചണ്ഡികാദേവി വാക്യം ചിന്തിച്ചുള്ളിൽ ചണ്ഡിക പറഞ്ഞുള്ള 3 നാൾ ചെന്ന ശേഷം ചണ്ഡിക പറഞ്ഞുള്ള 3 നാൾ ചെന്ന ശേഷം വിഭ്രമത്തോടു തളർന്നുറങ്ങിയവളപ്പോൾ സുഭ്രുവാൾക്കൊരു പൂമാൻ വന്നവൾ കിനാവിങ്കൽ ഒന്നിച്ചു രമിപ്പിച്ചീതെന്നു കണ്ടുഷതാനും ചിത്തവിഭ്രമത്തോടു പുണർന്നാളവൾ. തഥാ ചിത്തമോഹനകാമ സുന്ദരം കാണായികയാൽ അയ്യയ്യോ ചതിച്ചിതോ എൻ കാന്ത ഭവാനെന്നു മയ്യേലും മിഴിമുറയിട്ടിതു ദുഃഖത്തോടെ. അന്നേരം ബാണമന്ത്രിയാകിയ കുംഭാണ്ഡാഖ്യനെന്നവൻ തൻ്റെ പുത്രി ചിത്രലേഖയാം തോഴി രോദനം കേട്ടിട്ടവൾ ഉണർന്നങ്ങുഷയോടു മോദമോടുര ചെയ്താൾ മന്ദഹാസവും പൂണ്ടു. എങ്ങു പോയിതു നിന്റെ കാന്തനാം മനോഹരൻ സുന്ദരീ വിവാഹവും ചെയ്തതാരടോ ചൊൽക, നിന്നെയും ചതിച്ചങ്ങു പോയ കാന്തനങ്ങേവൻ സുന്ദരി ഞാനുമറിഞ്ഞീലതു പറയണം എന്നതു കേട്ട നേരം ഉഷയും ചൊല്ലിയിടിനാൾ. നിന്നുടെ ഹാസ്യമല്ല എൻ മനസ്താപം പാരം, സുന്ദരനായിടുന്ന പുരുഷനോടും കൂടി കന്ദർപ്പലീല പൂണ്ടു കിടന്നേൻ കിനാവിൽ ഞാൻ. ചിത്തവിഭ്രമത്തോടങ്ങുണർന്നു നോക്കും നേരം ചിത്തജതുല്യൻ തന്നെ കണ്ടതുമില്ല ഞാനും. സുന്ദരനായിടുന്നോരവനെ പിരിഞ്ഞിനി എന്നുമേ ജീവിച്ചിരുന്നിടുകയില്ല ഞാനും. ഇത്തരമുഷാവാക്യം കേട്ടു കുംഭാണ്ഡപുത്രി ചിത്തസാമർഥ്യം ഏറ്റമുള്ളവളതു നേരം ചിത്രരൂപമായോരോ പുരുഷന്മാരെയെല്ലാം എത്രയും തുല്യമായിട്ടെഴുതി ചിത്രലേഖ. ദേവവംശങ്ങളെയും മാനുഷവംശത്തെയും ദേവരാം കൃഷ്ണരാമ പ്രദ്യുമ്നരിവരെയും നന്നായിട്ടെഴുതിനാൾ എന്നതിൽ പ്രദ്യുമ്നനെ സുന്ദരിയുഷ കണ്ടു ലജ്ജയാ നിൽക്കുന്നതു കണ്ടതു നേരം ചിത്രലേഖയും അനിരുദ്ധം കണ്ടതുപോലെ ചിത്രമെഴുതി കാണിച്ചപ്പോൾ സുന്ദരിയുഷ മമ കാന്തനിപ്പുമാനെന്നാൾ അന്നേരം ചിത്രലേഖ ചൊല്ലിനാൾ ഖേദിയാതെ. നിന്നുടെ കാന്തം വരുത്തിയിടുവാനിപ്പോൾ ഞാനും എന്നു കുംഭാണ്ഡപുത്രി പറഞ്ഞു പുറപ്പെട്ടു. അന്യന്മാരാരും അറിയാതവൾ മായയാലേ ദ്വാരകാപുരി പുക്കു. നിദ്രയിലനിരുദ്ധം പാരാതെ കൊണ്ടുപോന്നു സഖിക്കു നൽകിയിടിനാൾ കാമനന്ദനൻ തൻ്റെ കായവൈഭവം ചൊല്ലാനാമല്ല പണി എന്നതേ പറയേ
വേണ്ടു. സുന്ദരനാകും അവനൊന്നിച്ചു ബാണപുത്രി തന്നെ ദുഃഖം വിട്ടു വാണിതു സുഖത്തോടെ. സുന്ദരിയോടും അനിരുദ്ധനും അതുപോലെ അന്യോന്യം ചേർന്നു രാഗം വർദ്ധിച്ചു വാണമൂലം. കാലം പോയതും ഏതുമറിഞ്ഞതില്ലെന്നവർ മാലോകരറിയാതെ ഗൂഢമായിരുവരും രമിച്ചു വസിക്കും നാൾ. കന്യകാചിഹ്നങ്ങളാൽ ഗണിച്ചു പുരസ്ത്രീകൾ. കന്യക ഇവൾ കോർത്താൽ പുരുഷ സംഘമുണ്ടു സംശയമില്ല എന്നു. കന്യക ഇവൾ കോർത്താൽ പുരുഷ സംഘമുണ്ടു സംശയമില്ല എന്നു. പുരവാസികൾ തമ്മിൽ രഹസ്യവാക്യമായി കന്യക തൻ്റെ കാവൽക്കാരായോരൊരു ദീനം സുന്ദരമനിരുദ്ധം കണ്ടു കന്യകയോടും.